CPI നേതാവ് കാനം രാജേന്ദ്രൻ്റെ വിയോഗത്തെ തുടർന്ന് എറണാകുളത്തെ 4 മണ്ഡലങ്ങളിൽ മാറ്റിവെച്ച നവകേരള സദസ്സ് നാളെയും മറ്റന്നാളുമായി നടക്കും. തൃപ്പൂണിത്തറ, പിറവം, കുന്നത്തുനാട്, തൃക്കാക്കര മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് സംഘടിപ്പിക്കുക. പുതിയ 2 മന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളും അപ്ഡേറ്റ്സുമായി അശ്വിൻ പാലാഴി തത്സമയം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കറിയാൻ പറ്റുന്നത്? രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അതുപോലെ KB ഗണേഷ് കുമാറും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പായോ? തീർച്ചയായും SKN, നാളെയും മറ്റന്നാളുമായാണ് എറണാകുളത്ത് 4 മണ്ഡലങ്ങളിൽ ഈ പരിപാടി മാറ്റിവെച്ച നവകേരള സദസ്സ് നടക്കുന്നത്. ഈ പരിപാടികളിൽ പുതിയ മന്ത്രിമാർ 2 പേരും പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. തൃക്കാക്കരയിൽ കൂടുതൽ സുരക്ഷയോടുകൂടിയാണ് ഇത്തവണ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം ഇന്നലെ മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന ഒരു ഭീഷണിക്കത്തായിരുന്നു ഇന്നലത്തെ പ്രധാന ചർച്ച. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തൃക്കാക്കര ഉൾപ്പെടെയുള്ള എറണാകുളത്തെ 4 വേദികളിലും കൂടുതൽ സുരക്ഷ ഒരുക്കുന്നുണ്ട്. മറ്റ് 10 മണ്ഡലങ്ങളിലും ഈ പരിപാടി പൂർത്തിയായതുകൊണ്ട് തന്നെ അവിടെ പങ്കെടുത്ത ജനങ്ങൾ കൂടി നാളെ മറ്റന്നാളും നടക്കുന്ന പരിപാടികളിലേക്ക് എത്തുമെന്നുള്ളൊരു മുൻകരുതൽ കൂടി പോലീസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ നവകേരള സദസ്സിൻ്റെ പരിപാടികളിലേക്ക് എത്തും. നേരത്തെ ഉള്ള നവകേരള സദസ്സിലൊക്കെ കണ്ടതുപോലെ നവകേരള ബസ്സിൽ തന്നെയാണ് മന്ത്രിമാരെല്ലാവരും എത്തുക. ഒപ്പം പ്രഭാത യോഗം, അതായത് ഈ പൗരപ്രമുഖരെ അടക്കം കാണുന്ന പ്രഭാത യോഗം കൊച്ചിയിലെ 2 നവകേരള സദസ്സിൽ നാളെയും മറ്റന്നാളും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഒപ്പം കഴിഞ്ഞ നവകേരള സദസ്സിൽ ജില്ലയിൽ പരിഹരിക്കപ്പെട്ട പരാതികളുടെ എണ്ണമടക്കം നാളെ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി, വേദികളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. പരാതി ഏറ്റുവാങ്ങാനുള്ള സെല്ലുകളുടെ നിർമ്മാണവും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ 12 മണി മുതൽ ഈ പരാതികൾ സ്വീകരിക്കാനുള്ള കൗണ്ടറുകൾ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കും. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും കൃത്യമായി തന്നെ പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ അതിൻ്റെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ തുടങ്ങുകയും ചെയ്യും. SK. ഓക്കെ, അശ്വിൻ പാലാഴി, താങ്ക് യു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.